അങ്ങനെ ബിഗ് ബോസിൻ്റെ മലയാളം 7ാം സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രേണുസുതി ഉൾപ്പെടുമെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഒരു കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രേണുസുതിയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം രേണുസുതിക്ക് നല്ലൊരു മാർക്കറ്റുണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുതി ഇപ്പോൾ പങ്കെടുക്കാൻ, അതായത് ബിഗ് ബോസ് പങ്കെടുക്കാൻ രേണുസുതി ചോദിച്ച ഞെട്ടിക്കുന്ന പ്രതിഫലം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. അത് എത്ര റേറ്റ് പറഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ബിഗ് ബോസിൽ അവർക്ക് സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചോദിച്ച തുക അത്ര വലുതല്ല എന്നുള്ളതാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും ഇപ്പം ബിഗ് ബോസിൽ മലയാളം പതിപ്പിൻ്റെ സീസൺ 7ൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതലുണ്ടായിരുന്ന പേരാണ് രേണുസുതിയുടേത്. ഒടുവിൽ പ്രവചനങ്ങളെല്ലാം അർത്ഥവത്താക്കി അവർ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസിൽ രേണുവും മറ്റു താരങ്ങളും വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇതിൽ പ്രചരിക്കുന്ന പ്രകാരം ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് 2 പേരാണ്. ഒരാൾ രേണുവും മറ്റൊരാൾ അനുമോളുമാണ്. ഇവർക്ക് ദിവസം 50,000 രൂപയാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ. രേണുവിൻ്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ബിഗ് ബോസ് ടീം രേണുവുമായി പലതവണ ചർച്ച നടത്തിയ ശേഷമാണ് താരം ഷോയിലേക്ക് എത്തിയതെന്നാണ് വിവരം. ആദ്യം രേണു ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് രേണു സമ്മതം മൂളുന്നത്. ദിവസം 1,00,000 രൂപയാണ് രേണു ആവശ്യപ്പെട്ടത്. എന്നാൽ ഒടുവിൽ 50,000 രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നു. റീൽസും ഷൂട്ടിങ്ങും മോഡലിങ്ങും ഉദ്ഘാടനങ്ങളുമായി തിരക്കിലായിരുന്നു രേണു. 100 ദിവസം മാറി നിൽക്കുന്നത് ഇതിനെല്ലാം ബാധിക്കും. ബിഗ് ബോസിൽ പോകുന്നതോടെ ഫെയിമും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് രേണു വൻ പ്രതിഫലം ആവശ്യപ്പെട്ടത്. രേണുവിൻ്റെ ആരാധകരെയും വിമർശകരെയും ഒരുപോലെ ബിഗ് ബോസിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യം ബിഗ് ബോസ് അധികൃതർക്കുണ്ടായിരുന്നു. പരമാവധി ദിവസം രേണുവിനെ ഷോയിൽ പിടിച്ചു നിർത്താൻ ഷോ അധികൃതർ ശ്രമിക്കുമെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ചകളിൽ പറയുന്നത്. എന്തായാലും രേണുസുതിയെ സംബന്ധിച്ച് നിലവിൽ ഒരു വലിയൊരു അവസരം കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ഈ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കുറച്ചുകൂടെയൊക്കെ നീണ്ടുപോയ ശേഷം അത് നിന്നു പോകാനാണ് സാധ്യത. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് വന്നതോടുകൂടി ഒരു ആജീവനാന്തമായിട്ട് തന്നെ ഈ ബിഗ് ബോസിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയായി നിൽക്കാനും ഒരുപക്ഷെ ബിഗ് ബോസിൽ വിജയമായി വരാനും ഒക്കെ തന്നെ സാധ്യത ഉള്ള ഒരാളാണ് നിലവിൽ രേണു. കാരണം അവർ ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ അവർ വളരെയേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത്, ഇന്ന് ബിഗ് ബോസിലെത്തി നിൽക്കുന്നതും. നമുക്കറിയാം, ഈ സുധി മരണപ്പെട്ട് കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു പാവം കുട്ടിയെപ്പോലെയാണ് എല്ലാവരും രേണുസുതിയെ കണ്ടത്. വളരെയേറെ സഹതാപം അർഹിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെ ആയിട്ടാണ് അന്ന് കണ്ടത്. എന്നാൽ ഇപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ് രേണു. അപ്പോൾ അവർ ഈ ഒരു പരിപാടി പങ്കെടുത്ത് വിജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുള്ളത്. എന്തായാലും എല്ലാം നല്ല ആയിട്ട് വരട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.